ദാരിദ്ര്യം ഉള്ള ഒരു കുടുംബത്തിലൊരു പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ സമ്പത്ത് ഉള്ളവരല്ല. വളരെയധികം ശൂന്യതയും ബാധ്യതകളും അന്നുള്ള ആഹാരത്തിന് മാത്രം വഴി കണ്ടെത്തി മാത്രം ജീവിക്കുന്ന ഒരു പിതാവും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുള്ള കുടുംബമാണ്. തൻ്റെ മൂത്ത മകളുടെ വിവാഹ സമയമായി. വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരന് വാക്കുകൊടുത്തു, ഡേറ്റും ഫിക്സ് ചെയ്തു. വിവാഹത്തെ ദിവസങ്ങൾ അടുത്തടുത്ത് വരുന്തോറും ഒരു പിതാവിൻ്റെ ഉള്ളം കത്താൻ തുടങ്ങി. പല കാര്യങ്ങളും അവിടെ ക്രമീകരിക്കപ്പെടണം. ആ ഗ്രാമത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് ആ ചെറുപ്പക്കാരന് ഡൗറി കൊടുക്കണം. പക്ഷേ ആ പറഞ്ഞ ഡേറ്റിന് അടുക്കും തോറും ഉള്ളിനകത്ത് ഒരു പിതാവിൻ്റെ ഹൃദയം ആളിക്കത്തി. എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ വണ്ണം പിതാവ് വ്യാകുലപ്പെടാൻ തുടങ്ങി. തൻ്റെ മുഖം മാടി, തൻ്റെ ഹൃദയം ക്ഷീണിച്ചു, തൻ്റെ കൈകാലുകൾക്ക് ബലം കുറയുന്ന പോലെ തോന്നി. ആകെ മാനസികമായിട്ട് ഭാരം അനുഭവിക്കുന്ന രംഗം നോക്കൂ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ ചിന്ത, ഞാൻ താമസിക്കുന്ന ഈ രാജ്യത്തിൽ എൻ്റെ രാജാവ് ബഹുസമ്പന്നനാണ്. പക്ഷെ എനിക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ എനിക്ക് രാജാവിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ മരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. ഞാൻ ആ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ പ്രവേശിച്ചിട്ട് ഞാൻ രാജാവിന് ഡയറക്റ്റായിട്ട് എൻ്റെ മകളുടെ വിവാഹ വിഷയം അറിയിപ്പിക്കും. ഒരു ചെറിയൊരു സഹായം രാജാവെ അങ്ങ് ചെയ്താൽ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഭംഗിയായി നടക്കുമെന്ന് എനിക്ക് ബോധ്യമാണ്. ആ തീരുമാനം തലേദിവസം രാത്രി തീരുമാനിച്ചു. ഭയമുണ്ടെങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ പിതാവ് രാജാവിൻ്റെ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. കയറ്റിവിടുമോ കയറ്റിവിടത്തില്ലയോ ഒരു പിടുത്തമില്ല. പക്ഷേ എന്തോ ഒരു ആത്മധൈര്യം അകത്തുണ്ടായി. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു ശ്രമം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് കൊട്ടാരത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാണ്. അവിടെ നിൽക്കുന്ന പാറാവുകാരും സെക്യൂരിറ്റിയൊക്കെ അല്പം തടഞ്ഞുവെങ്കിലും എന്തോ അവർക്ക് ഈ പിതാവിനോട് കരുണ തോന്നി. അവരെ രാജാവിനെ കാണാൻ അനുവാദം കൊടുത്തു. നേരിട്ട് അനുവാദം കിട്ടിയ ആ പിതാവ് രാജാവിനെ സാഷ്ടാംഗം വണങ്ങി താൻ വന്ന കാര്യം രാജാവിനെ ബോധ്യപ്പെടുത്തുകയാണ്. രാജാവേ, ഇന്ന മാസം ഇത്രാം തീയതി എൻ്റെ മൂത്ത മകളുടെ വിവാഹം നടക്കുകയാണ്. ഞാൻ വിശ്വാസത്താൽ ഒരു വാക്ക് കൊടുത്തു, പക്ഷേ എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. രാജാവേ, എൻ്റെ കുഞ്ഞിനെ ആ ചെറുപ്പക്കാരനെ പിടിച്ചു കൊടുക്കാൻ ഒരു ചെറിയൊരു സമ്മാനം തന്നാൽ വളരെ ഉപകാരമായിരുന്നു എന്ന ആ തൻ്റെ അപേക്ഷ രാജാവിന് ബോധ്യപ്പെട്ടു. അതെ, രാജാവ് പറഞ്ഞു, നിനക്ക് എത്ര രൂപ വേണം, എന്താ അതിൻ്റെ ആവശ്യം പറ. ആ പിതാവ് അധികം ചിന്തിക്കാൻ തൻ്റെ ബ്രെയിനകത്ത് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് താൻ പറഞ്ഞു, എനിക്ക് ഒരു സ്വർണ്ണ നാണയം കിട്ടിയാൽ മതി, ഒറ്റ സ്വർണ്ണ നാണയം, അത് മാത്രം മതി, വളരെ സഫിഷ്യൻ്റായിട്ട് എൻ്റെ മകളുടെ വിവാഹം നടക്കാൻ അത് മതി. ആ ചോദ്യവും ആ പിതാവിൻ്റെ നിഷ്കളങ്കതയുള്ള ചിന്തയും രാജാവിന് ഭയങ്കരമായിട്ട് ബോധിച്ചു. രാജാവ് ഭൃത്യന്മാരെ വിളിച്ചിട്ട് കൽപ്പനയാൽ പറഞ്ഞു, അവന് ആവശ്യങ്ങൾ കൊടുക്കണം. ഈ വൃദ്ധനായ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് രാജാവ് ചോദിച്ചു, ആട്ടെ, നീ ആ സമ്മാനം, ആ സ്വർണ്ണ നാണയം കൊണ്ടുപോകാൻ നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ കയ്യിൽ കൊണ്ടുപോയിക്കോളാം. രണ്ടാം പ്രാവശ്യം വീണ്ടും ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്നാ ഉണ്ട്? കൈ അത് മതി. വീണ്ടും രാജാവ് പറഞ്ഞു, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? അദ്ദേഹം തൻ്റെ തോളിൽ കിടക്കുന്ന തോർത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതേ ഉള്ളൂ. രാജാവ് പറഞ്ഞു, അത് നിലത്ത് വിരിക്കാൻ പറഞ്ഞു. വൃദ്ധനോട് പറഞ്ഞു, 100 സ്വർണ്ണ നാണയം എണ്ണി കൊടുക്കാൻ പറഞ്ഞു. ഈ 100 സ്വർണ്ണ നാണയം എന്ന് കേട്ടപ്പോൾ ആ പിതാവിനൊരു ബോധക്ഷയം പോലെ വന്നിട്ടുണ്ടാകാം. അയ്യോ രാജാവ്, വേണ്ട, എനിക്ക് ഒരു സ്വർണ്ണ നാണയം മാത്രം കിട്ടിയാൽ മതി.
എൻ്റെ കാര്യങ്ങൾ മൊത്തം നടക്കും. അദ്ദേഹം വീണ്ടും പൃഥ്വിയോട് ആജ്ഞാപിച്ചു, കൊടുക്ക് 100 സ്വർണ്ണ നാണയം എണ്ണി ഈ വയോധികന് കൊടുക്കാൻ പറഞ്ഞു. വീണ്ടും ഈ വയോധികൻ പറഞ്ഞു, വേണ്ട. പല ആവർത്തി നിർബന്ധിച്ചു, വേണ്ട രാജാവ്, വേണ്ട. വീണ്ടും പൃഥ്വിന്മാർ പറഞ്ഞു, എണ്ണിക്കൊടുക്ക് 100. ആ പിതാവിൻ്റെ തോർത്തിൽ 100 സ്വർണ്ണ നാണയം എണ്ണിക്കൊടുത്തു. അന്തം വിട്ട് ഭയാവിപുലമായി വിശ്വസിപ്പാൻ കഴിയാത്ത നിലയിൽ അദ്ദേഹം ഭൂമിയിലാണോ ആകാശത്തിലാണോ നിൽക്കുകയെന്ന് ആ പിതാവിന് അറിയത്തില്ല. തൻ്റെ ബ്രെയിൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, തൻ്റെ ഹൃദയത്തിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദ്ദേഹം വീണിട്ട് ആ തോർത്തിൽ ഇരിക്കുന്ന അയാൾ പൊതിഞ്ഞ് എടുത്തു. രാജാവിന് മുഖത്തെ നോക്കിയിട്ട് വീണ് നന്ദി പറയുമ്പോൾ അദ്ദേഹം നിറകണ്ണുകളോടുകയാണ് നിൽക്കുന്നത്. രാജാവ് പറഞ്ഞു, പ്രിയ പിതാവേ, നീ ഈ ഒരു സ്വർണ്ണ നാണയവുമായി നിൻ്റെ ഗ്രാമത്തിൽ പോകുമ്പോൾ നീ പറയും, എൻ്റെ രാജാവാണ് എനിക്ക് ഈ വിവാഹം നടത്തുവാൻ തക്കവണ്ണം ഒരു സ്വർണ്ണ നാണയം തന്നു എന്ന് പറയുമ്പോൾ നീ പറയുന്ന വാക്ക് എൻ്റെ ജനങ്ങളെല്ലാം കേൾക്കും. ഒരു സ്വർണ്ണ നാണയം കൊണ്ട് നീ പോകുമ്പോൾ ഗ്രാമവാസികൾ അത്രയ്ക്ക് ദാരിദ്ര്യമുള്ളവനാണോ നമ്മുടെ രാജാവ്? നിൻ്റെ പ്രതാപത്തിന് വേണ്ടിയല്ല, എൻ്റെ പ്രതാപത്തിന് വേണ്ടിയാണ് ഞാൻ 99 കൂടെ തന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാജാവിൻ്റെ ഹൃദയം നീർത്തോട് കണക്കിരിക്കുന്നു. ഇന്ന് ഈ സന്ദേശം ദൈവമക്കൾ പറയാം, അത്ഭുതമാണ് നമ്മുടെ